കൊല്ലത്ത് RSS പ്രവർത്തകനായ സ്വകാര്യ ബസ് ജീവനക്കാരന്റെ കൊലവിളി. ചാത്തന്നൂർ ഡിപ്പോയിലെ KSRTC ബസ് ഡ്രൈവർക്കെതിരെയാണ് വധഭീഷണി. സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അനന്തു പൂയപ്പള്ളിക്കെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇപ്പോൾ RSS പ്രവർത്തകനായ സ്വകാര്യ ബസ് ജീവനക്കാരനാണ് ഇപ്പോൾ കൊലവിളി ഉയർത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക് പ്ലേ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്കത് ലഭ്യമായിട്ടുണ്ടോ? നിന്നെ ഇന്ന് വെട്ടുമെന്ന് പറയുന്നത് വെട്ടി നിന്റെ കഴുത്തു നീ ഫോട്ടോ നിന്റെ അച്ഛൻ്റെ വീട് നിന്നെ ഇന്ന് വെട്ടുമെന്ന് പറയുന്നത് വെട്ടി നിന്റെ കഴുത്തു. രാജ്കുമാർ, ഇപ്പോൾ RSS പ്രവർത്തകൻ KSRTC ബസ് ഡ്രൈവർക്കെതിരെ വധഭീഷണി ഉയർത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഇത് ഇന്നലെ കൊല്ലം വെളിയം ഓയൂർ റൂട്ടില് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ KSRTC ചാത്തന്നൂർ ഡിപ്പോയിലെ വണ്ടിയാണ്. പാരുപ്പള്ളി കൊട്ടാരക്കര ചെയിൻ സർവീസ് നടത്തുന്ന വണ്ടിയും. ഇവര് സമയം തെറ്റിച്ചു മുന്നേ കയറാൻ ശ്രമിച്ചു എന്നുള്ള ആരോപിച്ചുകൊണ്ടാണ് ഈ മൂൺലൈറ്റ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ പുറത്തിറങ്ങി വന്ന്, അല്ല ഇവിടുത്തെ ജീവനക്കാരൻ ഈ പുറത്തേക്ക് വന്ന് KSRTC ഡ്രൈവറിന്റെ കണ്ടക്ടർ സീറ്റിന്റെ അടുത്ത് വന്നിരുന്ന് ഈ ഒരു കൊലവിളി നടത്തുന്നത്. ഇന്ന് തന്റെ കഴുത്ത് വെട്ടിയിരിക്കും എന്നുള്ളതായിരുന്നു അയാളുടെ വധഭീഷണി. ഈ സംഭവത്തിൽ KSRTC അധികൃതർ പോലീസിന് പരാതി നൽകി. അല്പം മുമ്പ് KSRTC ഡ്രൈവർ രാജേഷിന്റെ മൊഴി പ്രകാരം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് പക്ഷേ ഇന്ന് ഇതിൽ ജാമ്യം കിട്ടുന്ന വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇന്ന് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കും. പക്ഷെ നോട്ടീസ് നൽകും. മാത്രമല്ല, ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാഹന ഗതാഗത ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക നടപടി വേറെ ഉണ്ടാവും. ഇതുപോലെയുള്ള പെരുമാറുന്ന ഇത്തരം ക്രിമിനൽ സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്നവരെതിരെയുള്ള നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പരാതി കൂടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പക്കലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ അച്ചടക്ക നടപടികൾ വേറെ വരും. ശരി, രാജ്കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.